ഈ സന്ധ്യ ആവുന്ന സമയമുണ്ടല്ലോ, ഈ ഹൈവേയിലൂടെ പോകുമ്പോൾ നല്ല രസമാണ്. അതുകൊണ്ട് മേഘങ്ങളുടെയൊക്കെ ആ ഒരു കളറൊക്കെ കണ്ടു, വെരി ബ്യൂട്ടിഫുൾ. കൂട്ടുകാരെ, നമുക്ക് വണ്ടികൾ എണ്ണി പഠിച്ചാലോ? ഞാനിങ്ങനെ ഒറ്റയ്ക്ക് പോവുകയാണ്, അപ്പം ഒത്തിരി ടൈമുകളൊക്കെ ഉണ്ട്. ഇന്ന് നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്തേക്ക് മടങ്ങിപ്പോം. കുട്ടിക്കാലത്ത് നമ്മളിങ്ങനെ അല്ലായിരുന്നോ? സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, കൊച്ചു പ്രായത്തിൽ. അന്നങ്ങനെ വണ്ടികൾ ഒത്തിരി ഇല്ല, കാണുന്നതൊക്കെ വലിയ ഇഷ്ടമാണ്. റോഡിൽ നിന്ന് വണ്ടികളും കാറുകളും എല്ലാം ഇങ്ങനെ പേര് പറയും, അല്ലാത്ത എണ്ണും മത്സരമൊക്കെ ആയിരുന്നു കൂട്ടുകാരുമൊക്കെ ആയിട്ട്. ഇനി താഴെ എത്ര കിലോമീറ്റർ ഉണ്ട്? 556 കിലോമീറ്റർ. എനിവേ നമുക്ക് തുടങ്ങിയാലോ? അന്താക്ഷരി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വണ്ടിയുടെ തെറ്റായിട്ട് പേരുകൾ പറയും. നിങ്ങളുടെ കമൻറ്റിലൂടെ അത് ശരിയാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ ദൂരേന്ന് ഇട സൈഡിൽ ഒരു വണ്ടി വരുന്നത്, ഞാൻ പറയുന്ന ആക്ട്രസ് ആണെന്ന്. ഓക്കെ, ആക്ട്രസ് തന്നെ. ആക്ട്രസിൻ്റെ ഒരു പുതിയ മോഡലാണ്, 2019 ആ ഒരു ഷേപ്പിൽ. ഓക്കെ, വേണ്ട അടുത്തത് പഴയ മോഡൽ ആക്ട്രസ് ലെഫ്റ്റ് സൈഡിൽ. ഇടയ്ക്ക് കാറൂടെ നമുക്ക് നോക്കാം. ടൊയോട്ടയുടെ ഒരു പിക്കപ്പാണ്. വീണ്ടും ഇട സൈഡിൽ 2 കാറുകൾ പോകുന്നുണ്ട്, രണ്ടും ടൊയോട്ടയാണ്. നിങ്ങളുടെ അഭിപ്രായം? വീണ്ടും ഇതിലേക്കൂടെ ഉണ്ടായി പോകുന്നുണ്ട്, GMC പോകുന്നുണ്ട്. അടുത്തത് പിന്നെ ഫ്രണ്ടിലൊരു ട്രക്ക് പോകുന്നുണ്ട്, ഫ്രണ്ട് കാണാൻ വയ്യ. ഓക്കെ, അത് പോട്ടെ. ഇട സൈഡിൽ വീണ്ടും വരുന്നുണ്ട് മാൻ. ഞാൻ പറയുന്നത് മാനാണെന്ന്. ഇട സൈഡിൽ വൈറ്റ്. ഓക്കെ, മാനാണോ? മാനല്ല, വാൾവയാണ്. ഓക്കെ, വേണ്ട. വീണ്ടും വോൾവോ, വീണ്ടും വോൾവോ, വീണ്ടും ആക്ട്രസ്, വീണ്ടും ഒരു വൈറ്റ് ആക്ട്രസ്, വീണ്ടും പഴയ മോഡൽ ഒരു വൈറ്റ് ബെൻസ് ആക്ട്രസ്, പിന്നെ ഒരു നീല ആക്ട്രസ്. ഓക്കെ, നിങ്ങൾ ശരിയാണെന്ന് പറയണം കേട്ടോ. പിന്നെ വേണ്ട 2 വണ്ടി അടുപ്പിച്ച് വരുന്നൊരു പഴയ മോഡൽ ആക്ട്രസ് ബെൻസ്, പിന്നെ ഒരു റൊണാൾഡിൻ്റെ ആണെന്ന് തോന്നുന്നു അടുത്ത വൈറ്റ്, പിന്നെ ഒരു ആക്ട്രസ്, പിന്നെ പുതിയ മോഡൽ ആക്ട്രസ്, പിന്നെ ഒരു പഴയ ആക്ട്രസ്, പിന്നെയും പഴയ ആക്ട്രസ്, വീണ്ടും ഒരു ഇഷ്യൂവിൻ്റെ വണ്ടി. ഓക്കെ, പിന്നെ ഒരു വോൾവോ, പിന്നെ ഒരു മാൻ. ഓക്കെ, വേണ്ട ഒരു കാറ് പോകുന്നുണ്ട് ടൊയോട്ടയുടെ. വീണ്ടും ഒരു ടൊയോട്ടയുടെ പിക്കപ്പ്. വീണ്ടും ഇട സൈഡിൽ കൂടെ ഏത് വണ്ടിയാണെന്ന് അറിയത്തില്ല, മെർസിഡീസ് ആണെന്ന് തോന്നുന്നു. വീണ്ടും ഒരു നമ്മുടെ ബസ് പോകുന്നുണ്ട്, ചുവപ്പ്. ഏതാണെന്നറിയത്തില്ല, ചൈനയാണോ? വീണ്ടും വേണ്ട ഉണ്ടായുടെ കാറ്. ഇതിനിടയ്ക്ക് നമുക്ക് മേഘത്തിൻ്റെ ഭംഗിയോടെ നോക്കാം, നല്ല രസമുണ്ട്. വേണ്ട ഒരു പച്ച മാൻ. അപ്പം നിങ്ങൾ പറയണേ, ഇടയ്ക്ക് ഞാൻ തെറ്റ് പറയും. അടുത്തത് വേണ്ടേ ഒരു വോൾവോ. ഒരു ലൈറ്റ് ഇട്ട് ചുമന്ന വണ്ടി വരുന്നുണ്ടല്ലോ. ഓക്കെ, ഞാൻ പറയുന്നത് വോൾവോ ആണെന്ന്. ഓക്കെ, വീണ്ടും ഒരു ടൊയോട്ടയുടെ ഒരു ഫോർച്യൂണർ. ഒരു കാർ ഗ്യാരേജ് വരുന്നുണ്ട്, ചൈനയല്ല, ഏത് മോഡലാണെന്ന് പറയണം. പിന്നെ ചുമന്ന ആക്ട്രസ്, പിന്നെന്തുവാ, വീണ്ടും ഒരു മാൻ, വീണ്ടും ഒരു മാൻ, വീണ്ടും ഒരു ആക്ട്രസ്, വീണ്ടും ഒരു ബെൻസ് ആക്ട്രസ്, വീണ്ടും ഒരു വോൾവോ, വീണ്ടും ഒരു ആക്ട്രസ് സത്ത, വീണ്ടും ഒരു മാൻ, വീണ്ടും ഒരു ആക്ട്രസ് ചുമപ്പ്, വീണ്ടും വേണ്ട മാൻ, വീണ്ടും വോൾവോ അടുത്തത് വൈറ്റ് വോൾവോ, പിന്നെ നീല ഗാരേജ് വണ്ടി ആക്ട്രസ്, പിന്നെ റൊണാൾഡിൻ്റെ വണ്ടി, പിന്നെ മാൻ ട്രക്ക്, പിന്നെ ആക്ട്രസ് മഞ്ഞ വണ്ടി, പിന്നെ ആക്ട്രസ് വൈറ്റ് വണ്ടി, പിന്നെ ഒരു വോൾവോ വരുന്നുണ്ട് വീണ്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ ചുമപ്പ്, പിന്നെ ഒരു മാൻ സത്ത ലോഡുമായിട്ട് പോകുന്നു. അപ്പോൾ കൂടുതലും നമ്മൾ നോക്കിയ ആക്ട്രസ് തന്നെയാണ്. വീണ്ടും വേണ്ട മാൻ. ഓക്കെ, വീണ്ടും ഒരു ആക്ട്രസ് മഞ്ഞ, അതിൻ്റെ പുറകിലൊരു പഴയ മോഡൽ ആക്ട്രസ്, അതിൻ്റെ പുറകിലൊരു ആക്ട്രസ് വൈറ്റ്, പിന്നൊരു വോൾവോ, പിന്നൊരു ആക്ട്രസ്, പിന്നൊരു കാറ് പോകുന്നുണ്ട്. ഏതാണെന്ന് കാണാൻ വയ്യ, ഉണ്ടായി ആണെന്ന് തോന്നുന്നു. വീണ്ടും വേണ്ടേ ഒരു ആക്ട്രസ് പഴയ മോഡൽ സത്ത പോയി. വേണ്ടേ 2 ആക്ട്രസ്, പിന്നൊരു ടൊയോട്ടയുടെ സെഡാൻ ക്യാമറയാണെന്ന് ഞാൻ പറയുന്നു. വീണ്ടും ഒരു പിക്കപ്പ് ടൊയോട്ടയുടെ. പ്രായമൊക്കെ ആയില്ലോ, കാഴ്ചശക്തിയൊക്കെ കുറഞ്ഞ്. വേണ്ട ഒരു പിക്കപ്പ് വീണ്ടും ടൊയോട്ടയുടെ പോയി. നമ്മുടെ സൈഡിൽ ഒരു വണ്ടിയില്ല. ഞാൻ പോകുന്ന ലൈനിൽ ജിദ്ദയിലോട്ട് വണ്ടികൾ കുറവാണ്. അതിൻ്റെ ഒരു കാരണമുണ്ട്, അതുകൂടെ നിങ്ങളൊന്ന് പറയാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. വേണ്ട വീണ്ടും ആക്ട്രസ്, വീണ്ടും ഇതേത് ആക്ട്രസ് അല്ലല്ലോ, നിങ്ങൾ പറയണം. വേണ്ട ചുവപ്പ് ആക്ട്രസ്. പിന്നെ വണ്ടികളൊക്കെ വേണ്ട ഒത്തിരി ഒതുക്കിയിട്ടിരിക്കുന്നു. അതിനകത്ത് മൊത്തം കൂടുതലും ബെൻസ് ആക്ട്രസ് ആണ്. പിന്നെ മാനുണ്ട്, വോൾവോ ഉണ്ട്, അതുകൊണ്ട് അടുപ്പിച്ചിട്ടേക്കുന്നത്. പിന്നെ ഒരു മാൻ. അപ്പോൾ കുറേ വണ്ടികൾ നമ്മൾ എണ്ണി കേട്ടോ കൂട്ടുകാരെ. ഇനിയും 4 മിനിറ്റ് ആയി, 5 മിനിറ്റ് ആകുമ്പോൾ നിർത്താം. അതാണ്ട് വീണ്ടും ലെഫ്റ്റ് സൈഡിൽ കൂടെ ഒരു ആക്ട്രസ്. അപ്പം നിങ്ങൾ തന്നെ പറയാം കൂട്ടുകാർ, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വണ്ടി ഏത് കമ്പനിയുടെ ആയിരുന്നു?
അതൊക്കെ ഒന്ന് കൗണ്ട് ചെയ്ത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് എന്തുവാ കമൻ്റ് അറിയിക്കണേ. അപ്പോൾ നിർത്തുകയാണ്. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. അപ്പം പഴയ കുട്ടിക്കാലം നല്ല രസമായിരുന്നില്ലയോ?